ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെറ്റ്സ് ചാറ്റ്. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് കിട്ടിയൊരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടവരെല്ലാം ഏതെങ്കിലും രീതിയിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത പോലെ ഒന്നുകിൽ എന്തെങ്കിലും ഒരു കമൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈക്കോ ഏതെങ്കിലും രീതിയിൽ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് വ്യൂ ഡ്യൂറേഷൻ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ തീരുമാനിച്ചവർ ഏകദേശം അവസാനം വരെ കണ്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ എനിക്കതൊരു വലിയൊരു എൻകറേജ്മെൻ്റ് ആണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് മൊബൈൽ ക്യാമറ റിലേറ്റഡ് ഇഷ്യൂസ് കാരണമാണ് എനിക്കിങ്ങനെ ഒരു ബ്രേക്ക് വീണ്ടും വേണ്ടി വന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വീഡിയോ. വലിയ പ്രശ്നങ്ങളും ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ ഡിഫറെൻറ്റ് കോണ്ടൻറ്റ്സുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. സോ ഇന്നും നമ്മൾ വളരെ നോർമലായിട്ട് കൺസിഡർ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള എൻ്റെ ചില തോട്ട്സാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ വാക്ക് എങ്ങനെ മാറുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ പെർസെപ്ഷൻ എങ്ങനെ മാറുന്നു എന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ പലരും പറയണേക്കാം ഞാനൊരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് എന്ന് പറയുന്നേക്കാം. അപ്പോൾ എന്നാൽ വേറെ ചിലർ പറയും വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ. അത് നമ്മൾ പൊതുവേ വാക്ക് മാറ്റുന്നവർ എന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ട്രോൾ ചെയ്യുന്നത് പൊളിറ്റിക്സുകാരെയാണ്. രാഷ്ട്രീയക്കാരന് അവൻ്റെ വാക്കും കീറിയ ചാക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ തമാശയായിട്ടും ഒക്കെ പറയാറുണ്ട്. അപ്പം ഐഡിയലി സ്പീക്കിംഗ് ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു നോബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മളെല്ലാവരും കരുതിപ്പോരുന്നത്. അപ്പോൾ നമ്മൾ ഈ നോർമലി കരുതുന്ന ചില കാര്യങ്ങളെ ഒന്ന് തിരിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് എൻ്റെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം. അപ്പോൾ ഈ പെർസ്പെക്റ്റീവ്സ് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ മാറി മറിയുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം, വെൻ ഇറ്റ് ഹാപ്പൻസ് ഫോർ സംബഡി എൽസ്, നമ്മൾ മലയാളത്തിൽ സിംപ്ലി സ്പീക്കിംഗ് ഒരു പഴഞ്ചൊല്ലുണ്ട്, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എങ്ങനെയാണ് അവനവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എങ്ങനെയാണ്, അത് രണ്ടും നല്ല വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്കൊരു സിറ്റുവേഷൻ, അപ്പുറത്തെ വീട്ടിൽ ഒരാൾക്കൊരു സിറ്റുവേഷൻ വരുന്നതിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ എന്തിനാണ് അവരങ്ങനെ പെരുമാറിയത്. ഇപ്പോൾ ഒരു ഏറ്റവും സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീട്ടിലെ ഒരു മകനോ മകളോ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. ഫോർ സം റീസൺ മാതാപിതാക്കൾ അതിനെ എതിർക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന കുറേ പേരൊക്കെ പറയുമായിരിക്കും അല്ലെങ്കിലും അച്ഛനും അമ്മയും പറയുന്നതെല്ലാം അനുസരിക്കണ്ടേ എന്നൊക്കെ പറയുമെങ്കിലും നമ്മളെപ്പോലെയൊക്കെ ഉള്ളവർ കുറച്ചും കൂടി എന്താ പറയുക, വി ആർ കൈൻഡ് ഓഫ് നമ്മുടെ പാരൻസിൻ്റെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി യങ്കർ ജനറേഷനാണ്, കുറച്ചുകൂടി തിങ്ക് ചെയ്യുന്നവരാണ്. അപ്പം പുരോഗമനപരമായി ചിന്തിക്കുന്നവരെന്ന നിലയിൽ നമ്മൾ പറയും അൾട്ടിമേറ്റ്ലി അത് അവരുടെ ഡിസിഷൻ അല്ലേ, അവരാരെ വിവാഹം കഴിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് അവരാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. അപ്പോൾ ഇതിൽ വലിയ ഒരു ലിമിറ്റിലപ്പുറം മാതാപിതാക്കൾ ഇൻവോൾവ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നിരിക്കും അപ്പുറത്തെ വീട്ടിലാവുമ്പോൾ. വെൻ ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു യുവർ ബ്രദർ ഓർ സിസ്റ്റർ ഓർ യുവർ ഡോട്ടർ ഓർ സൺ, അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ അതിനെ കാണാൻ എത്ര പേർക്ക് പറ്റാറുണ്ടെന്നാണ് എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു അസുഖം വന്ന് അവർ മരിച്ചുപോയി. ഇവർക്ക് ചെറിയ കുട്ടികളായിരിക്കുന്നു. എല്ലാ മക്കളും ചെറിയ ക്ലാസ്സുകളിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ ഈ അമ്മ മരിച്ചു പോന്നു. അപ്പോൾ ഈ അമ്മ മരിക്കുന്നതിന് മുന്നേ അവർ തീരെ വയ്യാത്ത അവസ്ഥയിലൊക്കെ കിടന്നപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തത് ഇവരുടെ ഫാദറാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഭാര്യയ്ക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തു. എന്നിട്ട് ഭാര്യ മരിച്ചു. ആൻഡ് ഈ മക്കളെയൊക്കെ നോക്കി വളർത്തി വലുതാക്കി. അങ്ങനെ അത്യാവശ്യം ഒരു മക്കളൊക്കെ ഒരു 20+ ഒക്കെ ആവുന്ന ആ ഒരു സ്റ്റേജിലൊക്കെ എത്തിയപ്പം ഈ അങ്കിളിന് ഒരാഗ്രഹം, ഞാനിങ്ങനെ തനിച്ചാവുകയാണ്, എനിക്കൊരു കല്യാണം കഴിക്കണം. അപ്പം ഞാൻ ആ ഒരു സമയത്ത് ഐ ആം ഓൾസോ ഇൻ മൈ 20s ഒക്കെ. അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞപ്പോൾ മക്കളുടെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായ റെസിസ്റ്റൻസ് ആണ് ഉണ്ടായത്. മക്കൾക്ക് ഞങ്ങളുടെ അമ്മയെ മാറ്റി വേറൊരു സ്ത്രീ അവിടെ വരുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് കേട്ടപ്പം അന്ന് 20കളിലുള്ള ഞാൻ ചിന്തിച്ചു, എന്തിനാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്? ആ പാവം അങ്കിൾ ചെയ്യാനുള്ള എല്ലാം ചെയ്തല്ലോ, മക്കളെ നോക്കി ഭാര്യയെ നോക്കി എല്ലാം ചെയ്തല്ലോ. ഇപ്പോൾ പുള്ളിക്ക് ഒരു വിവാഹം കഴിച്ച് ജീവിക്കണം, ഒരാൾ കൂട്ടി വേണമെന്ന് തോന്നുന്നുണ്ട്, എന്തിനാണ് ഈ മക്കൾ അതിന് എതിരെ നിൽക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഇഷ്ടം സിനിമയിൽ ദിലീപ് അച്ഛനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ നവ്യ നായരും കൂടെ ചേർന്ന് നമുക്കത് ഭയങ്കര നോബിൾ കോസായിട്ട് തോന്നും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു വാർത്തയിൽ ഒരു അച്ഛൻ്റെയോ അമ്മയുടെയോ വിവാഹം മക്കൾ മുൻകൈ എടുത്ത് നടത്തി എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ വാവ്, ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത് എന്ന് നമുക്കൊക്കെ തോന്നാറുണ്ട്. എബ്രോഡിലൊക്കെ പലപ്പോഴും ഏജ് ഒരു ബാരിയർ അല്ല, പലരും ഡിവോഴ്സ് ചെയ്യുന്നു, വീണ്ടും വിവാഹം കഴിക്കുന്നു, വീണ്ടും ഡേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഒരു ഡിവോഴ്സ് ആയതുകൊണ്ടോ ഒരു ഭർത്താവ് മരിച്ചതുകൊണ്ടോ ജീവിതം അവസാനിച്ചു എന്ന് വെച്ചിരിക്കാതെ അവർ വീണ്ടും അടുത്തൊരു ലൈഫ് കണ്ടെത്തുന്നു, എത്ര നല്ല കാര്യമാണ് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ബട്ട് വെൻ ഐ തോട്ട് അബൌട്ട് വെൻ മൈ ഫാദർ പാസ്ഡ് അവേ, ഇഫ് മൈ മദർ ഇസ് അലോൺ ആൻഡ് ഇഫ് ഷീ ഈസ് ടെല്ലിങ് മീ ഞാനൊരു കല്യാണം വേറെ കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വെൻ ഇറ്റ് ഈസ് ക്വൈറ്റ്
ടച്ചിങ് മൈ സ്കിൻ. അതുവരെ എനിക്ക് ഭയങ്കര എളുപ്പമാണ് മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഇത് പ്രീച്ച് ചെയ്യാനും, മറ്റുള്ളവരോടൊക്കെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആയിക്കൂടെ എന്നൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എനിക്കത് എത്രമാത്രം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ലൈഫിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ഞാനിതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. സോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ പല സമയത്തും പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ കുടുംബത്തിൽ നടക്കുമ്പോൾ നമ്മൾ പറയുന്ന പോലെ ആവണം എന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തപ്പെട്ടവർ നമ്മളോട് അതേ രീതിയിൽ പെരുമാറുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലായാൽ എന്താണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നറിയോ? വെനെവർ സംബഡി ഈസ് ടെല്ലിങ് യു സംതിങ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഒരാളുടെ ഒരു ബിഹേവിയർ നമ്മുടെ നേരെ വരുമ്പം യു സ്റ്റാർട്ട് ട്രൈങ് ടു സ്റ്റാൻഡ് ഇൻ ദാറ്റ് അതർ പേഴ്സൺസ് ഷൂസ്. എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്? സാധാരണ എനിക്ക് അങ്ങനെ അല്ലല്ലോ തോന്നി, പിന്നെ എന്തുകൊണ്ടായിരിക്കാം അയാൾക്കത് അങ്ങനെ തോന്നിയത് എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പം ചില നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്ത ചില മേഖലകളൊക്കെ നമുക്ക് മനസ്സിലായി കിട്ടും. ഇത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയായൊരു സാഹചര്യം, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു സിറ്റുവേഷനാണ്. ഒരു ഫാമിലിയിലെ ഒരു കുട്ടി ഒരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലും ഈ ഫാമിലിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണിത്. മതപരമായ പ്രശ്നമൊന്നുമല്ല, രണ്ട് മതം, ജാതി അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമല്ല. പക്ഷേ വേറെ പല റീസൺസ് കൊണ്ടും യാതൊരു കാരണവശാലും ദേ കാൻറ്റ് ഈവൻ തിങ്ക് അബൌട്ട്. എന്നാൽ ഇവരാണെങ്കിൽ ഞങ്ങളിത് രണ്ടുപേരും തന്നെ വിവാഹം കഴിക്കുള്ളൂ, ഇത് കുറേ കാലമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്നൊക്കെ പറയുന്നു. അവരതിൽ ഉറച്ചു നിൽക്കുന്നു. ആൻഡ് ഇവർ രണ്ടുപേരും 30+ ഏജുള്ള ആൾക്കാരാണ്. ഇത് ചെറിയ കുഞ്ഞു കുട്ടികളുടെ ഒരു കുട്ടിക്കളിയൊന്നുമല്ല. ഇത് കേൾക്കുമ്പോൾ നമുക്കെല്ലാം പറയാൻ തോന്നുന്നത്, എന്താ ചെയ്യുക, 10-30 വയസ്സൊക്കെ ആയതല്ലേ, ഇനി അവരുടെ ഡിസിഷനാണ്, അവരുടെ ജീവിതമാണ്, അവർ തന്നെ അങ്ങ് തീരുമാനിക്കട്ടെ. ഇതിലിപ്പോൾ നമ്മൾ കൂടുതൽ അഭിപ്രായം പറഞ്ഞിട്ട് എന്താ കാര്യം എന്നായിരിക്കും വളരെ പുരോഗമനപരമായി ചിന്തിക്കുമ്പം, അല്ലെങ്കിൽ കാലത്തിനൊത്ത് ഉയർന്ന് ചിന്തിക്കുമ്പോൾ ഒക്കെ, ഉയർന്ന ചിന്താഗതി എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിൽ നമുക്കൊക്കെ ഇത് പറയാൻ എളുപ്പമാണ്. എന്നാൽ ഇത് സംഭവിക്കുന്നത് എൻ്റെ മകനോ മകൾക്കോ ആണെങ്കിൽ, എൻ്റെ സഹോദരനോ സഹോദരിക്കോ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് വെരി ഈസി ടു ആക്സെപ്റ്റ് ദാറ്റ് വേ. സോ ബേസിക്കലി ഒരു കാലത്ത് ഞാനൊരു കാര്യം അതിൽ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ അതിൽ തന്നെ എല്ലാ കാലവും ഉറച്ചു നിൽക്കുന്നു. ഐ ആം വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്, ഐ ആം ജെൻവിൻ, ഐ ആം ഒത്തൻറ്റിക് എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവം ആണ് എന്ന് കരുതിയിരുന്ന എനിക്ക് തോന്നുന്നു നമുക്ക് പ്രായം കൊണ്ട് വരുന്നൊരു പക്വതയോ എന്തൊക്കെയോ ആയിരിക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നത് മറ്റൊരാൾ പറയുന്നത്, ഞാൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് അഭിപ്രായം വേറൊരാൾ പറയുമ്പോൾ അതിലും ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടായിരിക്കാം. അയാളങ്ങനെ ചിന്തിക്കുന്നതിന്, അയാളെ അത് എഫക്റ്റ് ചെയ്യുന്നതും എന്നെ അത് എഫക്റ്റ് ചെയ്യുന്നതും വ്യത്യസ്തമായ രീതിയിലായിരിക്കാം. മേ ബി ഹീ ഓർ ഷീ ഓൾസോ ഹാസ് എ പോയിൻറ്റ് എന്ന് ചിന്തിക്കാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്സിനെ മാത്രമല്ല, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മാത്രമല്ല, നമ്മുടെ മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ റിലേറ്റീവ്സായിട്ട്, നമ്മുടെ ചുറ്റുമുള്ള നെയ്ബേഴ്സ്, കൊലീഗ്സ്, എല്ലായിടത്തും നമ്മളെപ്പോഴും അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, ഇത് തന്നെയാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയാൻ നമ്മളൊന്ന് മടിക്കും. മേ ബി അയാൾ എന്താണ് ഈ മുയലിന് 4 കൊമ്പുണ്ടെന്ന് പറയുന്നത് എന്നൊരു നിമിഷം ചിന്തിക്കാനായിട്ട്, അങ്ങനെ ചില കാര്യങ്ങൾ, ചില ഇഷ്യൂസിനൊക്കെ ഒന്ന് ഡിഫ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു തോട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു തോട്ട്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് തോന്നിയ ചില അഭിപ്രായങ്ങൾ, ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്തൊക്കെയായി പറഞ്ഞതെന്നൊക്കെ ചിലപ്പോൾ തോന്നിക്കാണും. അല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങളായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറയണം. അതുപോലെ ചില സജഷൻസൊക്കെ ചിലർ പറയുന്നുണ്ട്, ചില ടോപ്പിക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾ പറയുന്നത് എന്തൊരു ടോപ്പിക്കും, എല്ലാ ടോപ്പിക്കിനെ കുറിച്ചുള്ള അഗാധ ജ്ഞാനമൊന്നും എനിക്കില്ല, ബട്ട് എന്തൊരു ടോപ്പിക്കിനെ കുറിച്ചും എനിക്കുള്ള ചില തോട്ട്സ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു വിഷയമാണെങ്കിൽ നമുക്ക് കുറച്ച് റിസർച്ച് നമുക്കും ചെയ്യാമല്ലോ, നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാമല്ലോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് ഞാൻ വെയിറ്റിംഗ് ആണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.